ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലേ? ഒരിക്കലും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അത്തരത്തിൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാണോ അത്? എന്നാൽ അത് അത്ര എളുപ്പമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണുമ്പോഴാണ് നമുക്കത് ലഭിച്ചില്ലല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ആ ഒരു വിഷമം അത് നമ്മളെ മനസ്സിലേക്ക് വളരെയധികം വന്നു നിറയുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല നമ്മൾ പോലും അറിയാതെ വരുന്ന പല പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ ഇത്രത്തോളമുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കാറുണ്ട്. നമ്മുടെ മനസ്സ് കലങ്ങി മറിയാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളതിനെ ഓർക്കുക, എപ്പോഴും ഓർക്കുക, അതിനെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? നമുക്കങ്ങനെ നടക്കാൻ കഴിയുന്നതിന് നമ്മൾ നന്ദി പറയുക, പ്രപഞ്ചത്തോട് നന്ദി പറയുക. അതുപോലെ സംസാരിക്കാൻ കഴിയുന്നതിന്, നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതിന്, ഇതിനെല്ലാം നമ്മൾ നന്ദി പറയുക. ഇതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തുമാത്രം ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെ ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം നമ്മൾ അതിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ച് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മളെപ്പോഴും എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ആ നന്ദി കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മൾ ചുറ്റുപാടും കാണപ്പെടുന്ന ജീവിതങ്ങളും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കണം. അന്നത്തെ ഏതെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു നിമിഷമോ നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ ആയിരുന്നിരിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ സന്തോഷകരമായ വിധത്തിലേക്ക് മാറ്റി മനസ്സിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് കൃത്യമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ സംഭവത്തെ മനസ്സിൽ നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സങ്കടവും വിഷമവും ഒക്കെ നല്ലൊരു സന്തോഷമുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം പലപ്പോഴും പലർക്കും പല സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതത്ര എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ്.
അല്ലേ? നമ്മുടെ പ്രതീക്ഷയാണ് അല്ലേ? ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കണം. കാരണം നമുക്ക് നമ്മുടെ മനസ്സിലെ സന്തോഷമാണ് വലുത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കുകയാണ് അല്ലേ? അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലേ? അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുന്നു. അപ്പോൾ ആ പിക്ചർ കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കൊള്ളാമല്ലോ, നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ, ഇനിയും ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കണം എന്നൊക്കെ പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിതിന് നല്ലൊരു കഴിവുണ്ട്, നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ചിത്രങ്ങൾ വരയ്ക്കാനും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നു. ഇങ്ങനെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കാതിരിക്കുക. അതാരും ഇഷ്ടപ്പെടുന്നതുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മളറിയാതെ കടന്നു വരുന്നുണ്ട്. അറിയാം, പറഞ്ഞില്ലേ? അതിനെയൊക്കെ നമ്മുടേതായൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.